കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്താടി കുന്തം വിഴുങ്ങിയ പോലെ? ഒരാള് ഗുഡ് മോർണിംഗ് പറഞ്ഞ തിരിച്ച് വിഷയമാണോന്ന് അറിയില്ലേ നിനക്ക്? കോളേജ് ഫസ്റ്റ് ആയിട്ട് മാനേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? ഗുഡ് മോർണിംഗ്. അയ്യേ, ഇതെന്തോന്ന് മോർണിംഗ്? ഒരു ജീവനും ഇല്ലല്ലോ. അല്ല, ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി മുൻവാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ട് നിങ്ങളൊക്കെ ഏതോ വഴിക്ക് പോയെന്ന്. നേരം പുലർന്ന് ഇത്രയും നേരമായിട്ടും നിങ്ങളെന്താ ശാരദാമ്മേ മുൻവാതില് തുറക്കാതിരുന്നത്? മാത്രമല്ല, കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ പോലും അടയ്ക്കാത്ത കുടുംബശ്രീ ഹോട്ടലും പൂട്ടിയിരിക്കുന്നു. ശാരദയ്ക്ക് എന്തോ വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ളതുപോലെയാണല്ലോ കാര്യങ്ങള്. എനിക്കെന്താ രഹസ്യം സൂക്ഷിക്കാൻ? അതൊക്കെ ഉണ്ട്. എനിക്ക് അകത്തേക്ക് കയറാലോ അല്ലേ? അല്ല, രാജേശ്വരി എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ശാരദയ്ക്ക് എന്തോ രഹസ്യം സൂക്ഷിക്കാനുണ്ടെന്ന്. അല്ല, എനിക്ക് ഈ വീടൊന്ന് കാണണം. അതാ വരവിന്റെ ഉദ്ദേശം. വീടെന്തിനാ കാണുന്നത്? ശാരദയ്ക്ക് അൾഷിമേഴ്സിന്റെ അസുഖമൊന്നും ഇല്ലല്ലോ. 30 പവൻ പൊന്നിന് ഈ വീടും ഹോട്ടലും സ്ഥലവും ഒക്കെ എനിക്ക് കൈമാറിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതി എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ, അതുകൊണ്ട് ഈ വീട് 30 പവനുള്ള മുതലുണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണം. എന്ന് വെച്ചാ ഈ വീടിന് ഉപയോഗിക്കാൻ പറ്റുമോ അതോ ജീർണാവസ്ഥയിലാണോന്നൊക്കെ അറിയണ്ടേ എനിക്ക്. തട്ടിൻ പുറത്തെ പലകകളോ തട്ട് മൊത്തമോ മാറ്റാനുണ്ടെങ്കിൽ അതുടനെ മാറ്റണം. ഒപ്പം തന്നെ വാതിലും കൊളുത്തും ഒക്കെ ഉറപ്പുള്ളതാണോ എന്നും പരിശോധിക്കണം. ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ പണിക്കാരെ ഏൽപ്പിക്കാനുള്ളതാ. അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ ആ മുറികളൊക്കെ ഒന്ന് കാണട്ടെ. അല്ല, അത് പിന്നെ മാറ്.
ഇനി ഈ വീട്ടിൽ ഈ ഒരു ബെഡ്റൂമും കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ? അതെ. ഇതാരാ ഉപയോഗിക്കുന്നത്? അത് ശാലിനി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. ശാലിനി ഉപയോഗിച്ചത് പണ്ടല്ലേ. ഇപ്പൊ ഇവിടെ ശാലിനി ഇല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാമല്ലോ. മനസ്സിലായില്ല. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കി തരാം. അല്ല ശാരദേ, ഇത് ശാലിനിയുടെ റൂമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ശാലിനി എന്താ ഷർട്ടും മുണ്ടുമാണോ ഇപ്പൊ ഇടുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞേച്ചിയുടെ റൂമെന്ന് പറഞ്ഞാ വിഷ്ണുവേട്ടൻ വരുമ്പോഴേ ഇതേ റൂമാ യൂസ് ചെയ്യുന്നത്. ഓ, ഏട്ടൻ ചുരിദാറും സാരിയൊന്നും അല്ലാണ് ഇന്ന്. വെറുതെ ചൂടാവാതെ ശ്യാമക്കുട്ടി. എന്തെങ്കിലും ഒളിപ്പിക്കാൻ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ദേഷ്യമൊക്കെ വരൂ. ഓരോരോ മണങ്ങൾ തോന്നും. ഇങ്ങനെ കയറി ഇറങ്ങി പരിശോധിക്കുമ്പോ മൂക്കടപ്പിട്ട് വെക്കുന്നതാ നല്ലത്. ഇപ്പൊ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് കേറണ്ട ശാരദേ. മകളെ പറഞ്ഞയക്കാൻ 30 പവൻ വേണോന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോ ഈ പരിഹാസവും തന്റെ ഇടമൊന്നും കണ്ടില്ലല്ലോ. അത് മനഃപൂർവ്വം കാണിക്കാത്തതാ. ഓ, ഏതായാലും ആ 30-നേക്കാൾ മൂല്യം ഈ വീടിനുണ്ടെന്ന് കണ്ടുബോധിച്ചല്ലോ. ഇനിയൊന്ന് ഇറങ്ങിയ വലിയ ഉപകാരമായിരുന്നു. അല്ല, അടുക്കള കാണുന്നില്ലേ രാജേശ്വരി? വേണമെന്നില്ല. വേണമെങ്കിൽ കാണാം. അവിടെ കുറച്ച് പഴങ്കഞ്ഞിയുള്ള ഇരിപ്പുണ്ട്. പരിഹാസം വേണ്ട ശാരദേ. ഞാൻ ഇവിടെ വന്നതൊരു സംഗതി അന്വേഷിച്ച് തന്നെയാ. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും അതെന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. വീഴാതെ എവിടെ പോവാനാ? കിട്ടിയാലേ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ രാജേശ്വരി. സോറി, ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അച്ഛനെവിടെ? അറിയില്ല, നോക്കാം വാ.
അവള് പോയോ? ഒരുപാട് നന്ദിയുണ്ട് ശാരദെ. എന്നെ കൈ കെട്ടിയിരുന്നെങ്കിൽ അവൾ എന്നെ കൊണ്ടുപോയി കൊല്ലുമായിരുന്നു. പകവന്ന പിശാച രാജേശ്വരി. ഏതായാലും സ്വന്തം ഭാര്യയുമായി ഒളിച്ചു കഴിയേണ്ട ഗതികേടില്ല ഞാൻ. ഒരു ഭർത്താവിനും ഉണ്ടാവരുത് ഈ വിധി. ഗോപാലേട്ടൻ പേടിക്കണ്ട. ഗോപാലേട്ടൻ ഇവിടുന്ന് പോകണമെന്ന് സ്വയം തോന്നുന്നത് വരെ ഈ ലോകത്ത് ഒരു ശക്തിക്കും ഗോപാലേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാനാവില്ല എന്ന് നീ പറയും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രാജേശ്വരി ഒരു പാതിരാ പിശാച. ഈ പകൽവട്ടത്തിൽ അവൾ പോയാൽ പാതിരാ കൂരിരട്ടിൽ വീണ്ടും അവൾ ഇവിടെ കയറി വരുമെന്ന എന്റെ പേടി. എന്താ ഇനി സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും. ഞാനിതിവിടെ എങ്ങനെ എത്തിയേ? മാനത്തൂന്ന് പൊട്ടി വീണു. ഡോ, താനോ? അത് ഈ വീട്ടിലാ? ആ, അപ്പൊ ഇത് സ്വപ്നം തന്നെ, ഉറപ്പ്. സ്വപ്നം തന്നെ. ഇന്നലെ കുടിച്ചതിന്റെ കെട്ട് വിട്ടില്ലേ ഇതുവരെ? അപ്പം ഈ ചായ കുടിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിലേ ഞാനേ തൈര് കൊണ്ടുവരാം. ഇയാളിത് എവിടെ പോവാ? അവിടെ നിക്ക്. സ്വപ്നത്തിൽ ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ആൾക്കാരെ പെരുമാറുന്നത്? അല്ലല്ലോ. സ്വപ്നമാകുമ്പോ വിചാരിച്ചിരിക്കാതെ ഫാൻ തലയിൽ പൊട്ടി വീണെന്നിരിക്കും. കാല് കുത്തി നിൽക്കുന്നിടം പെട്ടെന്ന് കടലായി മാറിയെന്നും ഇരിക്കും. എന്തായാലും എനിക്ക് ചായ തരാനല്ലേ വന്നേ, അതിങ്ങ് തന്നേക്ക്. സ്വപ്നമൊന്നുമല്ല, കൈ പൊള്ളി. പൊള്ളാതിരിക്കാനേ ഇത് ചായ. ഐസും വെള്ളവും ചേർത്തേ ഇന്നലെ അടിച്ച ആ സാധനം അല്ല. അതെ, ഇന്നലെ എന്തെല്ലാം കോപ്രായങ്ങളാ കാട്ടിക്കൂട്ടിയെന്ന് എന്തേലും ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത് ഓർമ്മയില്ല എന്നുള്ള കാര്യം? ഇയാളെ എന്താ ചെയ്യേണ്ടെന്നറിയോ? എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഞാൻ പോവാ. നിക്കടോ. എന്താണാവോ? ഇയാൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അല്ല, ഞാനിവിടെ എങ്ങനെ എത്തിയത് ഒന്ന് പറഞ്ഞു തരുമോ? ഋഷിമാരടക്കമുള്ളവര് യുഗയുഗാന്തരങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാ തങ്ങൾ എങ്ങനെ ഈ ഭൂമിയിൽ എത്തി എന്നുള്ളത്. അതിനുള്ള മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. എടോ, അതല്ല, ഞാൻ എങ്ങനെ ഈ റൂമിലെത്തിയെന്ന് പറ. കുടിച്ചു വെളിവില്ലാതെ എന്റെ വീട്ടിൽ വന്ന കാര്യം ഓർമ്മയുണ്ടോ? എപ്പോ? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ശാലിനി. ശരി, ഇയാളുടെ ഓർമ്മയിൽ അവസാനത്തെ സംഭവം എന്താണെന്നൊന്ന് പറയൂ. അത് പിന്നെ ബാറിലിരുന്നിട്ടൊരു ഫുള്ള് കഴിച്ചു. പിന്നെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ തല്ലി. അത് ചോദിക്കാൻ വന്ന മാനേജറിന്റെ തല ഗ്ലാസ് ടേബിൾ അടിച്ച് പൊട്ടിച്ചു. ആ, പിന്നെ പുറത്തിറങ്ങിയപ്പോ ബാറുകാരുടെ 4-5 ഗുണ്ടകള് അവരെ പഞ്ഞിയും കിട്ടു. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയതിനിടയില് പിന്നെ ഒരെണ്ണം വിട്ടു. മര്യാദ പഠിപ്പിക്കാൻ ഒരു പോലീസുകാരൻ വന്നിരുന്നു. അയാളുടെ പെടലി വിളിക്കൂന്ന് മറ്റാണ് എന്റെ ഓർമ്മ. ചുരുക്കി പറഞ്ഞ ആന കരിമ്പിൻ കാട്ടി കയറിയതുപോലെ ആയിരുന്നു ഇന്നലെ. അല്ല, ഈ കരിമ്പിൻകാടിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറ. ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴേ അതൊക്കെ വെറും ചെറുത്. എടോ, ഈ ചെറുതെന്താന്നാ ചോദിക്കുന്നേ? കുടിച്ചൊരു വെളിവും ഇല്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട്
എന്നെ കൊണ്ട് സത്യം പറയിക്കാൻ. ഈ മാന്യ മഹാദേഹത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അപ്പൊ ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടാവുമായിരുന്നു ഇയാൾക്ക്? അല്ല, എന്നിട്ട് ഇയാൾ സത്യം പറഞ്ഞോ? സത്യം പറയാനല്ല, മുതുകത്ത് രണ്ടും ഇടിവെച്ച് തരാനാ എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇടിച്ച? എന്ത് ചെയ്യാം, തലേവരെ ആയി പോയില്ലേ. ഞാൻ എന്റെ തോളി തൂക്കിയെടുത്ത ഇവിടെ കൊണ്ടുവന്നേ. ഇവിടെയോ? അല്ലത് പിന്നെ ഓടെ കളയണമായിരുന്നു. അല്ല, എന്നിട്ട് ഇയാൾ ബാക്കി പറ. ഇയാളെങ്ങനെ അമ്മ വീട്ടിൽ കയറ്റി? ഇയാൾ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ കല്യാണം മുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അടിപൊളി. ഇയാള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. പിന്നെ കല്യാണം കഴിയുന്നവരെ എന്നോട് ഇവിടെ നിൽക്കാനാ സത്യാമ്മ പറഞ്ഞത്. അതെന്തിന്? എന്റെയും കൂടി സമ്മതത്തോടെ ഈ കല്യാണം നടക്കുന്നെന്ന് സത്യാമ്മയ്ക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. സത്യാമ്മ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, എന്റെ കുഴപ്പം കൊണ്ടാണ് ഈ കല്യാണം നടക്കുന്നതെന്ന് പ്രഖ്യാപിക്കണം. ഇനിയെങ്കിലും ഇയാളൊന്ന് സത്യം പറ ശാലിനി. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? സമയമായിട്ടില്ല. ഇയാളോട് പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു സത്യാമ്മ. എന്തിന്? കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് എന്നല്ലേ. പെട്ടെന്ന് റെഡിയാവാ. എന്നോട് വധുവിനെ ഒരുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു ചെല്ലട്ടെ. ആ, പെട്ടെന്ന് റെഡി ആയിക്കണം. ഇനി അതിന്റെ പേരിൽ എന്നെ വഴക്ക് ഏൽപ്പിക്കരുത്. നാലാള് നോക്കൂന്ന് കരുതിയ അമ്പലത്തിൽ നടന്നു പോകാമെന്ന് വെച്ചത്. എന്നിട്ടോ ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യുന്നില്ല. മൊത്തം അസൂയക്കാരും അഹങ്കാരികളും വന്നേ. അതെ, എങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാ. ഓ, അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ പഴയ മുട്ടുവേദനയ്ക്ക് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലേ? എന്റെ മുട്ടിനൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ മോളാ ഹോസ്പിറ്റലില്. അയ്യോടാ, അതാരോ പറഞ്ഞു കേട്ടല്ലോ. അവളുടെ പ്രസവം കഴിഞ്ഞുല്ലേ? ദേ, വേണ്ടതിനും പറഞ്ഞോണ്ടല്ലോ. എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓ, അവൾക്കൊരു ചെറിയ പനി വന്നെന്ന് വെച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞു പൊലിപ്പിക്കുന്നത്. അല്ല, നിങ്ങളാരാ? നിങ്ങളെനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ കോളേജിലെ ലെക്ചറർ രാജീവിന്റെ അമ്മയാ. എനിക്ക് നിങ്ങളുടെ കോളേജും അറിയില്ല, ലെക്ചറേ അറിയില്ല. അല്ല, അപ്പൊ പനമ്പള്ളിയിലെ പ്രിയദർശിനിയല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. മാടമ്പള്ളിയിലെ മനോരോഗിയാന്ന് തോന്നുന്നു. അവളെ ആഭരണം ഒന്ന് നോക്കിയത് കൂടിയില്ല. ആ, അസൂയക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ലല്ലോ. ആ, അതെ, ഇവിടെ അടുത്തൊരു പാലുകാച്ച് നടത്തുന്ന വീട് ഏതാ? എനിക്കറിയില്ല. അതെ, നീങ്ങി വന്നേ. വാ. മോൻ ഏത് വീട്ടിലേക്കാ പോകണ്ടേ? ഇവിടെ ഹൗസ് വാമിങ് നടന്നൊരു വീടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണോ? ചർച്ച് റോഡിലാണെന്നാ പറഞ്ഞത്. ആ, ചർച്ച് റോഡ് തന്നെയാ. ആന്റി ഇവിടുത്തെ കാര്യല്ലേ? അല്ല, ആ, ഞങ്ങള് തക്കലക്കാരാ. മോനിവിടാ ജോലി, കോളേജ് ലെക്ചറാ. ആ, അവന്റെ കല്യാണത്തിന് ഇവിടെ വന്ന് നിന്നല്ലേ? ആ. ആന്റി എന്തേലും ഫംഗ്ഷന് പോവാണോ? ഏയ്, അമ്പലത്തിലൊന്ന് പോയതാ. അല്ല, ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോണ്ട് ചോദിച്ചതാ. ഓ, അതിന് ഇതങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ. സിമ്പിളായിട്ട് നടക്കാനേ എനിക്കിഷ്ടം. ആ,
കല്യാണം കഴിഞ്ഞു വന്ന മരുമോള് സ്നേഹത്തോടെ നിർബന്ധിച്ചപ്പോ ഞാൻ 1-2 മാലയെടുത്ത് ഇട്ടൂന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് മോഡല്, കൊള്ളാവോ? നോക്കട്ടെ ആന്റി. ആ നോക്ക് നോക്ക്. അയ്യോ, അവിടെ എന്താ പ്രശ്നം?